ഇത് നിന്റെ സ്വപ്നമാണ്. നീ താലോലിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നമാണ്. ഒരു പക്ഷെ നീ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. നീ ജീവിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. പക്ഷെ നിന്റെ സ്വപ്നങ്ങൾ ഇഷ്ടമല്ലാത്തൊരു കാലുണ്ട്, പിശാച്. ഒരാൾ സന്തോഷത്തോടിരിക്കുന്നത് അവന് ഇഷ്ടമല്ല. ഒരു കുടുംബം സന്തോഷത്തോടിരിക്കുന്നത് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പ്രാർത്ഥിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്താണ് ശാപം? അനുഗ്രഹമല്ലാത്തതെല്ലാം ശാപമല്ലേ? അനുഗ്രഹമല്ലാത്തത് എന്താ? അനുഗ്രഹമല്ലാത്തത് നിന്നെ ദുഃഖിപ്പിക്കുന്നത്, നിന്നെ സങ്കടപ്പെടുത്തുന്നത്, നിന്നെ വേദനിപ്പിക്കുന്നത്, നിനക്ക് നാണക്കേടുണ്ടാക്കുന്നത് എന്തെങ്കിലും നിന്റെ ലൈഫുണ്ടോ? ഈസ് എ സൈൻ ഓഫ് കേഴ്സ്. ആമേൻ. അതെല്ലാം ശാപത്തിന്റെ അടയാളങ്ങളാണ്. എന്നാൽ അനുഗ്രഹം എന്താണ്? നിന്നെ സന്തോഷിപ്പിക്കുന്നത്, നിനക്ക് സമാധാനം തരുന്നത്, നീ ഓർത്തോർത്തു ആമേൻ ആഘോഷിക്കുന്നത് എന്തെങ്കിലും നിന്റെ ലൈഫിലുണ്ടോ? അതെല്ലാം അനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്, ശാപത്തിന്റെ ലക്ഷണങ്ങൾ നിന്റെ വീട്ടിൽ നിന്നും എന്നേക്കുമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. ഞാൻ ഇന്ന് രാവിലെ നിൽക്കുന്നത് ലക്ഷണം പറയാനും പ്രശ്നം നോക്കാനുമല്ല. ആമേൻ. പ്രശ്നം വെപ്പിക്കാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. പ്രശ്നം വെപ്പിക്കുന്നവൻ നിന്റെ വീട്ടിൽ കയറിയ പ്രശ്നമായിരിക്കും. ആമേൻ. ഞാൻ ലക്ഷണം പറയാനല്ല നിൽക്കുന്നത്. നിനക്ക് വേണ്ടി മരിച്ച യേശു നിന്നോട് പറയാനിരിക്കുന്ന കാര്യം പറയാനാണ് നിൽക്കുന്നത്. ഈ സ്വപ്നത്തിൽ കൂടെ നീ ജീവിക്കുമ്പോൾ അത് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ആരോടെങ്കിലും പങ്കുവെച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിന്നേക്കാൾ ബലമുള്ളവനൊക്കെ നിന്റെ ലൈഫിൽ കയറിയിട്ട് അതിൻ്റെ ഇതളുകളെ പൊഴിച്ചു കളയാൻ ശ്രമിക്കും. നിന്റെ സ്വപ്നങ്ങളെ പൊഴിച്ചു കളയാൻ ശ്രമിക്കും. നീ ഒന്നും പറയണ്ട. ആരെങ്കിലും ഒക്കെ വന്ന് പിച്ചി കീറും. ആരെങ്കിലും ഒക്കെ വന്ന് നീ എത്ര പൊതിഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും, നീ എത്ര പൊതിഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും, പിശാചിന്റെ പ്രത്യേകത ബലമായി നിന്നിൽ നിന്നും വാങ്ങിച്ച് അതിനെ തള്ളി പൊഴിക്കും. നീ വീണ്ടും സ്വപ്നത്തിലേക്ക് കയറും. നീ അടുത്ത സ്വപ്നം പ്രാപിക്കും. നീ അതിനു വേണ്ടി ജീവിക്കാൻ തുടങ്ങും. എന്താ പിശാച് ചെയ്യുന്നത്? വീണ്ടും നിന്റെ ലൈഫിൽ ആളുകളെ കൊണ്ടുവന്ന് നിന്നെ പിച്ചി കീറിക്കും. എടാ, ഇതൊന്നൊന്നിന് മാറി വന്നാൽ നീ എവിടെ പോയി രക്ഷപ്പെടും? ഒത്തിരി പേർ രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ചത്, ഒത്തിരി പേർ ഇങ്ങനെ തകർന്ന സ്വപ്നത്തിന്റെ മുമ്പിൽ പതറി നിൽക്കുക. മനുഷ്യനും പിശാചും സ്വന്തക്കളും ബന്ധുക്കളും എല്ലാം കൂടെ പൊഴിച്ചു കളഞ്ഞ് കുറെ സ്വപ്നത്തിന്റെ നടുവിൽ ആർക്കാ ഇത് മനസ്സിലായി? എന്നോടാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടാകും? ഒന്ന് പറക്കിയെടുക്കാൻ പറ്റുമോ മക്കളെ? ഇതിനെ ഒന്ന് റീഫിക്സ് ചെയ്യാൻ പറ്റുമോ മക്കളെ? ഇതുപോലെയാണ് പലരുടെയും ജീവിതം. പക്ഷെ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, ഓ ഷായിച്ച പറക്കില്ല. തകർന്നവരാ മക്കൾ ഒരുപാട് പേര്. ഏതാള് പൊഴിഞ്ഞു പോയ ചില സ്വപ്നങ്ങൾ നിന്റെ ലൈഫിനകത്തുണ്ടോ? നിന്നോട് പകൽ ഞാൻ പ്രവചിക്കുകയാണ്, എങ്ങും എത്തിപ്പറ്റാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുറെ സ്വപ്നങ്ങൾ നിന്റെ കയ്യിലുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാവിലെ എനിക്ക് ദൂതുണ്ട്. ഇന്ന് രാവിലെ ആരോടോ എനിക്ക് ദൂതുണ്ട്. ആരാ ഇന്ന് രാവിലെ സ്തോത്രം പറയുന്നേ? ഹല്ലേലൂയ. നീ കേറുക പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ എത്ര നാൾ ജീവിക്കും? എത്ര നാൾ ജീവിക്കും? അറിഞ്ഞൂടാ. എത്ര നാൾ ഇതുമായിട്ട് ജീവിക്കൂടാ സഞ്ജു? പറ. അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. പക്ഷെ ഈ സീസണിൽ എന്നോട് ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട്. ഷാജിയുടെ ലൈഫ് ഇതല്ല ഷാജിയുടെ ലൈഫ്, ഇതല്ല സഞ്ജുവിന്റെ ലൈഫ്, ഇതല്ല നിങ്ങളുടെ ആരുടെയും ലൈഫ്. ഇന്നത്തെ നിന്റെ പൊഴിഞ്ഞ സ്വപ്നങ്ങൾ വെച്ച് നിന്നെ മാർക്കിടാൻ വരട്ടെ. ധൈര്യത്തോടെ പറ, എനിക്കൊരു ദൈവമുണ്ട്. പറ. ആ ദൈവത്തിന് സ്വപ്നം കാണിച്ചിട്ട് പറ,
ഒന്നുമില്ലാത്തതിൽ നിന്നും സകലത്തെയും ഉള്ളതിനെ പോലെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നവൻ. അവന്റെ പേര് മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നവൻ. എനിക്കറിയത്തില്ല ഇന്ന് പകൽ ആരുടെയൊക്കെയോ ലൈഫിൽ ഇതുപോലെ പൊഴിഞ്ഞ സ്വപ്നങ്ങളുമായി നിൽക്കുന്ന നിങ്ങളെ ഇതുവരെ ഞാൻ ഇവിടെ കയറ്റിയിട്ടില്ല. പക്ഷെ ഈ സീസണിൽ ഞാൻ നിന്നെ കയറ്റും. ഈ സീസണിൽ ഇവിടെ നിർത്തി ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പിക്കും. ആമേൻ. എന്തിനെന്നറിയാമോ മോനെ? ആമേൻ. ഇതൊന്നും അല്ലടാ നിന്റെ സ്വപ്നം, ഇതൊന്നും അല്ല നിന്റെ ഭാവി. ഇതിനപ്പുറത്ത് നീ ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്ന ഒരു സമയല്ലേ? ആമേൻ. എല്ലാം പൊഴിഞ്ഞുപോയി, ഒട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല, കൂട്ടിച്ചേർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷയെ പറഞ്ഞ പിശാച് ആലങ്കോലമാക്കിയ നിന്റെ ലൈഫില്ലേ, ഇന്ന് രാവിലെ അവിടേക്ക് ഒരു ദൈവത്തിന്റെ കരമിറങ്ങാൻ പോവുകയാണെന്ന്. വിടല്ലേ, വിടല്ലേ. അവിടേക്ക് ഒരു ദൈവത്തിന്റെ കരമിറങ്ങാൻ പോവുകയാണെന്ന്. ഈ ജൂലൈ തീരുന്നതിന് മുമ്പ് ആ കരം നിന്റെ വീട്ടിൽ ഇറങ്ങി നിൽക്കുന്നത് നീ കാണുമെന്ന് പറയാൻ. ഹല്ലേലൂയ. ചിലപ്പോഴെല്ലാം പാറിപ്പോവും ചേട്ടാ, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പിടിവിട്ടു പോകും ചേട്ടാ. നമ്മുടെ സ്വപ്നത്തിന്റെ ചീട്ടുകൊട്ടാരം പോലെല്ല ഇടിഞ്ഞു വീഴും. ഹല്ലേലൂയ. ട്രാജഡിയിലായി പോകും. ആമേൻ. ചിലപ്പോഴൊക്കെ ദൈവം അനുവദിക്കും. എന്തിനെന്നറിയാമോ? മനുഷ്യൻ ഒന്നുമല്ല എന്ന് കാണിക്കാൻ. എന്തുവാ? കഴിവുള്ള മനുഷ്യൻ ഒന്നും അല്ലെന്ന് കാണിക്കാൻ. എനിക്കും സഹായം വേണമെന്ന് കാണിക്കാൻ. ദൈവത്തിന് ഇടപെടാൻ ഒരു അവസരം കൊടുക്കുമോ? ദൈവത്തിന് ഇടപെടാൻ ഒരു അവസരം കൊടുക്കുമോ? പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. എനിക്കറിയത്തില്ല ഇത് ഈ സഭായോഗം ആരെയൊക്കെയോ തിരിക്കുക. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ പ്രാർത്ഥിച്ചോ. പൊഴിഞ്ഞ സ്വപ്നങ്ങളല്ല മക്കളെ. ഇല പൊഴിഞ്ഞ സ്വപ്നങ്ങളല്ല. ഇന്ന് രാവിലെ എനിക്ക് പ്രവചിക്കാൻ ദൂതുണ്ട്. സഞ്ജു, ഒരു പുതിയ ചാപ്റ്റർ എന്റെ ദൈവം എഴുതും. ഷാജി ബ്രദറെ, ഒരു പുതിയ ചാപ്റ്റർ എന്റെ ദൈവം നിന്റെ ലൈഫിൽ എഴുതപ്പെടും. നീ വിളിച്ച രാഷ്ട്രീയക്കാർക്കും നിന്റെ സംഘടനയ്ക്കും ഇടപെടാൻ പറ്റാത്തതുപോലെ എന്റെ ദൈവത്തിന്റെ ഒരു കരം നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെടുന്നത് നീ കാണും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചു, കർത്താവേ ഇത് എങ്ങനെ ഞാനിത് പറഞ്ഞൊപ്പിക്കേണ്ടത്? രാവിലെ ഒരു 4 മണിക്ക് ഞാൻ എഴുന്നേറ്റ്, കർത്താവേ എൻ്റെ ജനത്തോട് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? കർത്താവിനോട് പറഞ്ഞു, നീ കുറച്ച് റോസാപ്പൂക്കൾ വാങ്ങിക്കുക. ആ റോസാപ്പൂക്കൾ വാങ്ങിച്ച് നീ ചിലരുടെ കയ്യിൽ കൊടുക്കും. ഞാൻ ചോദിച്ചു, ആരുടെയൊക്കെ കൈ കൊടുക്കണം? ഒന്നെന്നോട് പറഞ്ഞു സഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കണം. രണ്ടെന്നോട് പറഞ്ഞു ആ മാമ്പഴത്തെ ഷാജിയില്ലേ അവൻ്റെ കയ്യിൽ ഒരെണ്ണം കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ തരണ്ടെന്നല്ല. തകർന്ന സ്വപ്നങ്ങളുമായിട്ട് ചിലപ്പോഴൊക്കെ പോയി നിൽക്കും. ഇവിടെ നോക്കിയിട്ട് പറയും, ഇവിടെ നിന്ന് പിശാച് പറയും, നീ തീർന്നടാ, നീ തീർന്നടാ, നീ അവസാനിച്ചടാ, നിനക്കിനി രക്ഷയില്ലടാ. ഇങ്ങനൊരു ജംഗ്ഷനിൽ വരുമ്പോഴാണ് ആളുകൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇങ്ങനൊരു ജംഗ്ഷനിൽ വരുമ്പോഴാണ് പിശാച് പറയുന്നത്, നീ ബോധത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം ബോധത്തിൽ ജീവിച്ചാൽ പൊഴിഞ്ഞ സ്വപ്നങ്ങളാണ്. മദ്യപിക്ക്, പുകവലിക്ക്, കഞ്ചാവിന് പോ, സിനിമയ്ക്ക് പോയി എന്തിനാ ജീവിക്കുന്ന? ആത്മഹത്യ ചെയ്യ്. ആത്മഹത്യയുടെ ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ വിട്ട് നീ പകൽ പൊക്കോണം. കുടുംബങ്ങളെ വിട്ടുന്ന പകൽ ആത്മഹത്യയുടെ ദുരാത്മാക്കൾ പൊക്കോണം. ആമേൻ. തൊട്ടുപോകരുത് ഒരെണ്ണത്തെ. ഹല്ലേലൂയ. ഇങ്ങനെ തണ്ടും ഇലയും വേറെ കിടക്കുന്ന സ്വപ്നങ്ങൾ ഇന്ന് രാവിലെ എല്ലാം തീർന്നെന്ന് പറയുമ്പോഴും ഇവിടെ നീ ധൈര്യത്തോടെ ഒരുത്തനെ ആശ്രയിച്ചോണം. ആമേൻ. കാര്യം നിനക്കൊരു ദൈവമുണ്ട്. ഇതിനെ ചേർത്ത് പിടിച്ചിട്ട് പറ, എനിക്കൊരു ദൈവമുണ്ട്. നിന്റെ പൊഴിഞ്ഞ സ്വപ്നങ്ങളെ നോക്കിയിട്ട് പറ, എനിക്കൊരു ദൈവമുണ്ട്. എനിക്കൊരു പാസ്റ്റർ ഉണ്ടെന്നല്ല, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ഇല്ലാത്തിടത്തു നിന്നും ഉള്ളതുപോലെ ആളിനെ വിളിച്ചു തരും. ആമേൻ. അവൻ ഇനി ഒരു റോസാ പുഷ്പം ഉണ്ടാക്കാൻ നിന്റെ കയ്യിലിരിക്കുന്ന എതളും വേണ്ട,
തണ്ടും വേണ്ട, മണ്ണും വേണ്ട. അവന് നിന്റെ കഥയിൽ ഇടപെടാൻ പറ്റും. അവന് നിന്റെ കഥയിൽ ഇടപെടാൻ പറ്റും. അവൻ നിന്റെ കഥയിൽ ഇടപെട്ടാൽ, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ സ്തോത്രം പറ. ഓ, അടഞ്ഞ വഴികൾ എന്റെ ദൈവം തുറക്കുന്നല്ലോ. ചിലതൊക്കെ എന്തൊക്കെയോ ഉത്ഭവിക്കുന്നല്ലോ. ഈ ജംഗ്ഷനിൽ നിന്നിട്ട് എനിക്കൊരു ദൂതുണ്ട്. പണ്ടുള്ളവയെ നീ ഓർക്കണ്ട, മുൻപുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. ഞാൻ പഴയതിനെ റീ എഡിറ്റ് ചെയ്യാനും എനിക്കറിയാം. പഴയതിൽ നിന്നും എനിക്ക് പുതിയതുണ്ടാക്കാനും അറിയാം. ഓ, എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്കറിയത്തില്ല നിങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ദൈവം പറയുന്നു, ഇന്ന് പകൽ നിന്നെ ഇതിനകത്ത് കയറ്റിയിരിക്കുകയാണ്. നിന്റെ പല സ്വപ്നങ്ങളും അസ്തമിച്ച സ്ഥലത്ത് ഒരു പുതിയ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിന്നോട് ദൈവം പറയുകയാണ്. ഓ, ഇങ്ങനെ നടക്കുക. അമ്മ, ഞാനും ഇങ്ങനെ നടന്നൊരു സമയം ഉണ്ടായിരുന്നു ഷായിച്ച. എല്ലാം തീർന്നു, വഴിയടഞ്ഞ് ഇങ്ങനെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചർച്ചിനകത്ത് വന്ന് കയറിയത്. സഞ്ജുവേ, ഒരു ചർച്ചിനകത്ത് വന്ന് കയറിയത്. ഹല്ലേലൂയ, ചർച്ചിനകത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ചർച്ചിൽ കയറിയപ്പോൾ എനിക്കൊരു പ്രതീക്ഷ കിട്ടി. ജീവിക്കണമെന്നൊരു പ്രതീക്ഷ കിട്ടി. ഹല്ലേലൂയ, ഒരു സ്വപ്നം കിട്ടി. എൻ്റെ കൂടെ ഉണ്ടോ? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇത് രണ്ടുപേരുടെ പ്രതിനിധികളാണ് അവർ. ഒന്നൊരു ശുശ്രൂഷകന്റെ പ്രതിനിധിയും രണ്ടിവിടുത്തെ വിശ്വാസികളുടെ പ്രതിനിധിയും. ഈ രണ്ട് കൂട്ടരെയാണ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എൻ്റെ ശുശ്രൂഷകന്മാരും എൻ്റെ വിശ്വാസികളും ഒരുമിച്ച് കേൾക്കുക. നിങ്ങളുടെ ലൈഫിൽ എൻ്റെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ആമേ. ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ വായിൽ ഇങ്ങനെ ഒരു പഴയ പാട്ട്, ഇംഗ്ലീഷ് പാട്ടാണ് ഞാൻ പാടുന്നത്. ആമേ. വേ മേക്കർ, മിറക്കിൾ വർക്കർ, പ്രോമിസ് കീപ്പർ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കേൾക്കണേ. വേ മേക്കർ, ആമേൻ, മിറക്കിൾ വർക്കർ, പ്രോമിസ് കീപ്പർ. അതൊന്നും അല്ല ഇഷ്ടം. അതിനകത്ത് ഒരു വരി എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഈവൻ ഐ ഡോണ്ട് സീ എനിത്തിങ്. ആമേൻ. ഒന്നും നടക്കത്തില്ലെന്ന് ഞാൻ കാണുമ്പോഴും, എൻ്റെ കണ്ണുകൊണ്ടൊന്നും നടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുമ്പോഴും, എനിക്കൊന്നും ഒരു സാധ്യതയും ഇല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യാത്തപ്പോഴും എനിക്കൊരു ദൈവമുണ്ട്. അവൻ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവൻ പുറകിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാ ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ 5 വർഷമായി 6 വർഷമായി പാസ്റ്റർ ഞാൻ ചർച്ചിൽ വന്നിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല? നിനക്കൊന്നും തോന്നാത്തപ്പോഴും, ഓ, എനിക്കൊരു ഫീലിംഗ് ഇല്ല, നിനക്കൊരു ഫീൽ ഇല്ലാത്തപ്പോഴും, നീ ഒന്നും കാണാത്തപ്പോഴും, there is a God. ഉറക്കെ പറ, എനിക്കൊരു ദൈവമുണ്ട്. പറ 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 പറ. ഞാൻ കാണാത്ത സ്ഥലത്ത് അവൻ എനിക്ക് വേണ്ടി പ്ലാനുകൾ ചെയ്യുകയാണ്. You never stop, you never stop working. You never stop, you never stop working. Even when I don't see it, you're working. Even when I don't feel it, you're working. You never stop, you never stop working. You never stop. ഒരു ഫീൽ തോന്നാത്തപ്പോഴും, ദൈവം ഒന്നും പ്രവർത്തിക്കുന്ന ഒരു ഫീൽ തോന്നാത്തപ്പോഴും ഷായിച്ചാന്റെ പുറകിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജു, ആമേൻ, ആശുപത്രി പോയിട്ട് പറഞ്ഞു, അയ്യോ സൗഖ്യമാകുന്നില്ലല്ലോടാ. സൗഖ്യമാകുന്നില്ല എന്ന് നിനക്കൊരു തോന്നൽ ഉണ്ടാകുമ്പോഴും യഹോവ റാഫ എവിടെയോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ആമേൻ. Come on. You never stop, you never stop working. You never stop, you never stop working. Even when I don't see it, you're working. Even when I don't feel it, you're working. You never stop, you never stop working. You never stop, you never stop working. Even when ഒരു ദിവസം നിന്റെ പൊഴിഞ്ഞ സ്വപ്നങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ ദൈവം നിന്റെ ലൈഫിലോട്ടൊന്ന് കയറി ഇടപെടും. ആരായിരുന്നു പകൽ വിശ്വസിക്കുന്നേ? ആ സ്വപ്നങ്ങളെയൊക്കെ ഒന്ന് കാണീര്. ഹല്ലേലൂയ. ആ സ്വപ്നങ്ങളൊക്കെ ഒന്ന് കാണീര്. കർത്താവിനോട് പറ, പൊഴിഞ്ഞുപോയി, തണ്ടുപോയി, എല്ലാം പോയി. ഹല്ലേലൂയ. പക്ഷെ എവിടെയൊക്കെയോ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കുന്നു. എവിടെയൊക്കെയോ എൻ്റെ ദൈവം ചലിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? ആമേൻ. കർത്താവിനോട് പറഞ്ഞതാണ്, ഹല്ലേലൂയ, ഒരു പൂ പൊഴിഞ്ഞെടുത്ത് നിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന പൂക്കളുടെ ബഞ്ച്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക.
നിന്നെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന പൂക്കളുടെ പഞ്ച് എന്റെ ദൈവം നിന്റെ ലൈഫിലേക്ക് എഡിറ്റ് ചെയ്ത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് എങ്ങനെ എന്റെ പ്രിയപ്പെട്ടവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കും? ഒരതളല്ലേ പോയുള്ളൂ. അവളെടുത്തിരി ഈ കുഞ്ഞിനെ എടുത്തിരുന്നു, പ്രാർത്ഥിച്ചു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവളെ ചെയ്യുന്നു. ഷായിച്ച ഒരതളല്ലേ പോയുള്ളൂ. എന്റെ ദൈവത്തിന്റെ കയ്യിൽ അതിശ്രേഷ്ഠകരമായ പ്രോജക്റ്റ്, നീ അതിശയിക്കുന്ന പദ്ധതി. എനിക്കറിയത്തില്ല, ഇതിൽ കൂടുതൽ ഒരു വലിയ ബഞ്ച് വാങ്ങിച്ചുകൊണ്ടൊന്ന് എനിക്ക് എടുക്കാൻ പറ്റാത്ത പോലൊരു സാധനം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. എന്റെ ദൈവത്തെ ഇതിനകത്ത് എനിക്ക് ചുരുക്കണ്ട. ആമേൻ. ഇവിടുത്തെ മുഴുവൻ പൂക്കളങ്ങളും പൂത്തോട്ടങ്ങളിലെയും പൂവെല്ലാം കൂടെ പറിച്ചു കൊണ്ടുവന്നൊരു വലിയ ബൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് രാവിലെ ഷായിച്ചാന്റെ കയ്യിൽ കൊടുക്കണമെന്ന്, സഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ മനുഷ്യൻ പരിമിതിയുള്ളവനല്ലേ. എന്നാൽ ഇന്ന് പകൽ പറയുന്നു, പരിമിതിയില്ലാത്ത ദൈവം ആത്മലോകത്തിൽ നിനക്ക് വേണ്ടി, ബിനോയുടെ ഭാഷയിൽ പറഞ്ഞ കണ്ണു തുറന്ന് കാണടാ. ഒരല പൊഴിഞ്ഞടത്ത്, നീ ഒരു പൂ ചോദിച്ചെടുത്ത് പൂന്തോട്ടങ്ങൾ ദൈവം നിനക്ക് വേണ്ടി റിലീസ് ചെയ്യുന്ന സീസൺ. സംബാഡി, ആരെങ്കിലുമൊക്കെ ആർത്ത് വിളിച്ചു ദൈവത്തെ ആരാധിക്കുക. ഒരു പൂ ചോദിച്ചെടുത്ത് പൂന്തോട്ടങ്ങൾ ദൈവം നിനക്ക് തരുന്ന സീസൺ. പ്രാർത്ഥിച്ചേ 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 പ്രാർത്ഥിച്ചേ. നിന്റെ കഥ തിരിയും. പറ, നിന്റെ കഥ തിരിയും. നിന്റെ കഥ തിരിയും. നിന്റെ കഥ തിരിയും. നിന്റെ കഥയ്ക്കകത്തൊരു പുതിയ ചാപ്റ്റർ ഉണ്ടായിരിക്കും. നിന്റെ സ്റ്റോറിക്കകത്തൊരു പുതിയ ചാപ്റ്റർ ഉണ്ടായിരിക്കും. അത് മനുഷ്യൻ കാണും, മനുഷ്യൻ ആശ്ചര്യപ്പെടും. ഇത് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ നീ ധൈര്യത്തോടെ പറയും, എനിക്കൊരു ദൈവമുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നവൻ വിളി കേൾക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. അവൻ കണ്ണുണ്ടായിട്ടും കാണാത്തവനല്ലായിരുന്നു. അവൻ വിളി കേൾക്കുന്നവനായിരുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഒരു പുതിയ കഥയുണ്ട് ചേച്ചി, ഒരു പുതിയ കഥയുണ്ട് നിന്റെ ലൈഫിനകത്ത്. നിന്റെ ലൈഫിനകത്ത് ഒരു പുതിയ കഥയുണ്ട് മോളെ. നിന്റെ ലൈഫിനകത്ത് ഒരു പുതിയ കഥയുണ്ടടി. ഒരു പുതിയ ചാപ്റ്റർ ഉണ്ട് നിന്റെ ലൈഫിൽ. തീരത്തില്ല, അത് അവിടെ കൊണ്ടൊന്നും തീരത്തില്ല മക്കളെ. ഒരു പുതിയ ചാപ്റ്റർ നിന്റെ ലൈഫിലുണ്ട്, നിന്റെ തലമുറയുടെ ലൈഫിലുണ്ട്. സിനു, ഇന്ന് രാവിലെ വിശ്വസിക്കാമോ? നിന്റെ ലൈഫില് ഒരു പുതിയ ചാപ്റ്റർ ഉണ്ട്. നിന്റെ ലൈഫിൽ ഒരു പുതിയ സ്റ്റോറി ഉണ്ട് മോനെ. അമ്മ, പൊഴിഞ്ഞ സ്വപ്നങ്ങളുമായിട്ട് നീ തീരത്തില്ലെന്നും നിന്റെ ലൈഫിനെ വീണ്ടും തുറക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നും ഇന്ന് രാവിലെ നിന്നോട് പറയാൻ ഞാൻ പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. അവിശ്വസിക്കല്ലേ, അവിശ്വസിക്കല്ലേ. ഈ സീസണിൽ അവിശ്വസിക്കല്ലേ. ഈ സീസണിൽ ബുദ്ധിക്കേട് കാണിക്കല്ലേ, വിവരക്കേട് കാണിക്കല്ലേ. എന്റെ ദൈവത്തിനൊന്ന് ഇടപെടാൻ വേണ്ടി നീ ഒരു ചാൻസ് കൊടുക്കാവോടാ. എന്റെ ദൈവത്തിന് നിന്റെ ലൈഫിൽ ഒന്ന് കയറി ഇടപെടാനും, എന്റെ ദൈവത്തിന് നിന്റെ ലൈഫിൽ ഒന്ന് കയറി ഇടപെടാൻ ഒരു ചാൻസ് കൊടുക്കാമോ? എന്റെ ദൈവത്തിന് ഒരു പുതിയ സ്റ്റോറി പറയാനുണ്ട്. ആരെങ്കിലും ഒക്കെ ഒരു ഹല്ലേലൂയ പറയാവോ? പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. യേശുവാ, പുതിയ ചാപ്റ്റർ, ഒരു പുതിയ ചാപ്റ്റർ ഉണ്ടടാ. യേശു ഒരു പുതിയ ചാപ്റ്റർ നിന്റെ ലൈഫിലുണ്ട് മോളെ. നീ കൊണ്ടുപോക്കോ, നിന്റെ വീട്ടിൽ കൊണ്ടുപോക്കോ. യേശു
വായ്കൾ തുറന്ന്, വായ്കൾ തുറന്ന്. യേശു ചിലരോട് ദൈവം പറയുന്നു, നീ അനുഭവിച്ച ഓരോ വേദനയുടെയും പുറകിലെ ദൈവിക ഉദ്ദേശങ്ങൾ ദൈവം വെളിപ്പെടുത്തണം.